മോം എന്തായി കാണണേ? സാലഡ് വരട്ടെ, കിടക്കാം. എന്ന് പൊളിയാണ് പൊളി. നാരങ്ങ അച്ചാറു എന്തരടേ മട്ടൻ പെസ്റ്റാറ്റർ ഉണ്ടായിരുന്നോട് വിട ധാരാളം ഉണ്ടല്ലോ. ഒളിപ്പിച്ച് വെച്ചേക്കാണ്. വായനൊക്കെ വെള്ളം ഉറന്നു. എത്ര നാളായി ഈശ്വരാ, എത്ര നാളായി. ഒരു കുറവുണ്ട്. എന്താണ് അറിയാവോ? മുട്ട. മുട്ട എത്തിയിരിക്കണു. ഇതുകൂടി ആയപ്പോൾ സമ്പൂർണ്ണമായി. എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കുഴച്ചിട്ട് സാലഡ് ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ചിട്ട് അച്ചാർ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ച് മട്ടൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും ഒരു കഴിവാണ്, ഇത്ര അടിപൊളിയായിട്ട് തിന്നാനും ഒരു കഴിവുണ്ട്. ഈ നല്ലൊരു പീസ് തിന്നുന്നത് കാണിച്ചു തരാം. വായുടെ വൃത്തിയും മുഖത്തിൻ്റെ വൃത്തിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലേ ഞാൻ ആസ്വദിച്ച് തിന്നാൻ പറ്റില്ല. ഞാൻ തിന്നാലേ ആസ്വദിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ചില പൊട്ടന്മാർ പറയും നമ്മൾ കഴിയുമ്പോൾ ഇങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ടേബിൾ മാനേഴ്സ് കാണിക്കണം എന്നൊക്കെ. എന്തിന്? കഴിക്കുമ്പോൾ മാനേഴ്സ് കാണിക്കേണ്ട ഫുഡിൻ്റെ കൂടെ. ആ ഫുഡിനെ പരമാവധി ആസ്വദിച്ച് കഴിക്കുക. അതിന് എന്തൊരു സൗണ്ട് ഉണ്ടാക്കിയാലും ഒരുത്തരം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ എത്ര നാൾ തിന്നാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എത്ര നാൾ തിന്നാൻ പറ്റിയാലും നമുക്ക് കിട്ടുമെന്ന് അറിയാൻ പറ്റും. ഇന്ന് കിട്ടി, നാളെ എന്തിനാണെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഏത് രീതിയിൽ തിന്നാലാണോ ആര് സുഖം കിട്ടണത് ആ രീതിയിൽ ആസ്വദിച്ച് അങ്ങ് തിന്നോളാം, മനസ്സിലായില്ലേ? ഞാൻ തിന്നുമ്പം തിന്നു കഴിയുമ്പോൾ ആ ഇലയും ഇതുപോലെ കടിച്ചപ്പെട്ടാത്ത എല്ലും കഷ്ണവും മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഓവറായിട്ട് മുളകൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുളക് വരും. പിന്നെ ഇതുപോലെയുള്ള ഇലകൾ മാക്സിമം തിന്നാനുള്ളത് ഞാൻ തിന്നും. അതല്ലാതെ കറിവേപ്പില ഇതുപോലെ മുളകിൻ്റെ പീസുകൾ ഇതൊന്നും ഞാൻ കളയാറില്ല. കാരണം എന്താണെന്ന് അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. ആ ഉണ്ടാക്കിയടുത്ത് റെസ്പെക്റ്റ് വേണ്ടേ? ഇതൊക്കെ ചുമ്മാ കാഴ്ചയ്ക്ക് സുഖത്തിന് വേണ്ടി ഇട്ടേക്കുന്നതല്ല, തിന്ന് തീർക്കാൻ ഇട്ടേക്കുന്നതാണ്. അതൊക്കെ തിന്നണം, മനസ്സിലായില്ലേ? ആ ചാത ഇങ്ങനെ ചവച്ച് വിഴുങ്ങരുത്. അതിൻ്റെ നീരിറങ്ങി വരുമ്പോൾ ആ നീരും ചോറുമായിട്ട് മിക്സ് ആകുമ്പോൾ വേറെ ടേസ്റ്റാണ്. ഇറച്ചെടുത്ത് വിഴുങ്ങാനുള്ളതല്ല, ചവച്ചരിക്കണം, മനസ്സിലല്ലേ? പൊന്നോ, ഇങ്ങനെ അടിപൊളി ഐറ്റംസ് ഇങ്ങനെ തിന്ന് കണ്ണാക്കി കയറി ശ്വാസം കിട്ടാതെ മരിക്കണം. എന്ത് അടിപൊളി മരണമായിരിക്കും. സൂപ്പർ അല്ലേ?